കുളിക്കലൊക്കെ അല്ല നിങ്ങൾ എവിടെ വരുന്നത്? വയനാട്ടിൽ അവിടെ ഇറങ്ങി പേര് ഇന്ത്യ കൂടെ ഞാൻ പറഞ്ഞു. ഇതാണ് ആ സ്ഥലം. ഏത് നമ്മളെ പള്ളി പുളിക്കല പള്ളി. ഈ പള്ളി പുളിക്കല പള്ളി. ഈ പുളിക്കല പള്ളിൻ്റെ നേരെ ഇപ്പുറത്തെ കണ്ടില്ലേ, ഇതാണ് ആ റോഡ്. ആ റോഡിൽ നിന്ന് നേരെ പോവാ. അപ്പൊ ഏത് റോട്ടിൽ പുളിക്കല റോട്ടിനൊക്കെ പോണ്ടേ? പുളിക്കല റോട്ട് നമുക്ക് പോണ്ടേ? പുളിക്കല റോട്ട് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ പോവാം. ഇതാണ് ആ അങ്ങാടി. ഏതങ്ങാടി? ഇതാണ് പുളിക്കലങ്ങാടി. പുളിക്കലങ്ങാടി അല്ല, പുളിക്കലങ്ങാടിൻ്റെ അടുത്തുള്ള ആ മറ്റേ ഹോസ്പിറ്റല്, അത് BMW ഹോസ്പിറ്റല്. BM ഹോസ്പിറ്റൽ. സോറി, BM ഹോസ്പിറ്റല്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇങ്ങോട്ട് പോയേ വേണ്ട നമുക്ക്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, അതന്നെ ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് നേരെ കറങ്ങി ചെല്ലുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് എന്ത് ആ ഹോട്ടല്. എന്താ ഹോട്ടലിൻ്റെ പേര്? റോളക്സ് ഹോട്ടൽ. റോളക്സ് ഹോട്ടൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങനെ പോയിട്ട് ഈ ഇടത്തെ വശത്തേക്കാണ് ചാടുക. ഇടത്തെ വശത്തേക്ക് ചാടിയാന്ന് എന്താ പറയുക, കാണുക അവിടെ നേരെ ഒരു വലിയ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരെന്താ പറയുക? സീറ്റോം. നല്ല കോഴി പൊരിച്ച് കിട്ടും. എന്താ ടേസ്റ്റ് അറിയും. ഞാനാണെങ്കിൽ ആകെ ബസ് നിൽക്കും ചെയ്യാണ്. നമുക്ക് അവിടുന്നൊരു ബീഫ് ഫ്രൈ ഒക്കെ അടിച്ചിട്ട് മറ്റേ പോവാം. ആക്കി തരും. ഞങ്ങളാക്കി തരും. പിന്നെ അവിടെ നമ്മൾ പോരുന്ന ടൈമിൽ ആണ് ആ ഇടത്തോട്ടുള്ള റോഡ്. ആ റോഡ് ഏതാണ് മനസ്സിലായോ? ആദ്യം റോഡല്ലെന്ന്, അതിൻ്റെ തൊട്ടടുത്ത് വേറെ റോഡുണ്ട്. നമ്മളാ സീറ്റോമിൻ്റെ അടുത്ത് എത്തിയില്ല നമ്മള്. സീറ്റോമിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് അവിടുന്ന് നേരെ വലത്തോട്ട് കയറുക. അപ്പോൾ ഏത് റോഡാ? വലത്തോട്ട്. ഏത് റോഡപ്പോൾ? വലത്തോട്ട് വരുമ്പോൾ ചേവായ റോഡ്. ആ ചേവായ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ ഇപ്പുറത്തൊരു ഹോട്ടലുണ്ട്. എന്തായാലും അതിൻ്റെ പേര് സുലൈമാനിയ ഹോട്ടൽ. അവിടെ നല്ല കോഴിപ്പൊരിച്ചും ബീഫും കിട്ടുന്നത്. എനിക്ക് പോണ്ട വയ്യാണല്ലോ പറഞ്ഞിട്ടുണ്ടേ. നമുക്ക് പിന്നെ തിന്നാം. ഞാൻ മറന്നുപോയി. എന്നിട്ട് അവിടുന്ന് നേരെ പോരുമ്പോൾ മറ്റേ വലത്തെ വശത്ത് ഒരു അമ്പലമുണ്ട്. എന്തിനിപ്പോൾ അമ്പലത്തിൻ്റെ പേര്? എന്നോട് ചേവായൊരു അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞു. അതാണോ? അമ്പലം തന്നെ. ആ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് നേരെ ഇടത്തോട്ട് തന്നെ പോരുക. അപ്പോൾ അവിടെ കാണുന്നതാണ് എന്ത്, നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം. പുളിക്കലല്ല, പുളിക്ക് പോകാനുള്ള സ്ഥലം. പുളിക്ക് പോകാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ നമ്മൾ. ഇത്ര നേരമായിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. എന്നിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് ചാടുക. എന്നിട്ട് ക്ഷേത്രം. കുളത്തേക്കാ ചാടണ്ടേ? ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുളമാണല്ലോ, അത് ഞാൻ മറന്നുപോയി. അവിടെ അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാ ചാടണ്ടേ? പച്ചക്കറി കട. ആ പച്ചക്കറി കടൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു? ഏത് സ്ഥലത്തിനെ കുറിച്ചാണ്ടാ? നമ്മൾ പുളിക്കിലല്ലേ ഞാൻ ചോദിച്ചെങ്ങളോട്. ഞാൻ വിഷയത്തിൽ നിന്ന് തെങ്ങി മാറി. പുളിക്കിലെന്തിനാ ചോദിച്ചു വെച്ചാൽ പുളിക്കിലെത്തി കിട്ടിയ അടുത്ത ഷോപ്പ് ആലുങ്ങലാണ് നിൽക്കാറ്. അവിടേക്ക് എനിക്ക് പോണ്ടേ. അവിടേക്കാ പോണ്ടേ? അപ്പോൾ ആ റോഡാണ്. ഏത് റോഡ്? വലത്തെ വശത്ത് കാണുന്ന റോഡ്. അവിടുന്ന് കുറച്ചൊരു 5 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ പുളിക്കലെത്തി. എന്നാ വേഗം വിട്ടോളി. ആയിക്കോട്ടെ തറി പോവാ. ഒരു 100 രൂപ എടുത്താണ്. ഞാൻ അത്രയും നേരം പറഞ്ഞതല്ലേ. ടാക്സിയിൽ പോവാണെങ്കിൽ 500 രൂപ. അങ്ങനെ 100 രൂപ കിട്ടി. ഒരുത്തന്നെ പറ്റിച്ചപ്പോൾ എന്താ സുഖം മനസ്സിന്. ആ പൊട്ടനാണെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ കറങ്ങി വരുമെന്ന് പഠിച്ചവനക്കറിയാം. ഇങ്ങനെ 4-5 കിട്ടിയിട്ടുണ്ടെങ്കിൽ 400-500 രൂപ. എന്താ പറയുക, ഞാനേ ഒരുത്തനിക്ക് വയ്യ അറിഞ്ഞെടുത്ത് അവനെ പറ്റിച്ചാഞ്ഞി. അവൻ്റെ കള്ള ഹിമാര അയാളെയും പറ്റിച്ചില്ല. ആ പാവം ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പ്രധാനം എന്താ, ഈ ഗാന്ധിജി തലയുള്ള ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യങ്ങൾ വരി പോവാ. നമുക്ക് ഇന്നെന്തായാലും കോഴി ബിരിയാണിയൊക്കെ അടിക്കാം.